എനിക്ക് സമൂഹത്തിൽ നടക്കുന്ന പല അതിക്രമത്തിനും ഇതിനെതിരെ പ്രതികരിക്കാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ഞാനൊരു ഗവൺമെന്റ് ജീവനക്കാരനാണ്. എനിക്ക് പരിധിയുണ്ട്. പരിമിതികളുണ്ട്. നാളെ നമ്മൾ പ്രതികരിക്കുമ്പം അത് ഒരാൾക്ക് മോശമായി വരാം. ഒരു രാഷ്ട്രീയ പാർട്ടിയെ അനുകൂലിക്കാൻ പാടില്ല, പ്രതികൂലിക്കാൻ പാടില്ല. ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഒരു ഗവൺമെന്റ് സെർവന്റിന് നിക്ഷിപ്തമായ കാര്യമാണ്. നമ്മൾ ഒരാളെ പറ്റി പറയുന്ന സമയത്ത് അത് ആ സൊസൈറ്റിയിലെ അങ്ങനെ മൊത്തത്തിൽ വിഷയമാവാൻ പാടില്ല. അത് എന്നെ ബാധിക്കും. പല ആൾക്കാരും നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? പ്രതികരണശേഷി ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ ചില സമയങ്ങളിൽ നമുക്കത് നിശബ്ദനായി നിൽക്കേണ്ട ആവശ്യം വരും. എന്ന് വെച്ച് ഇപ്പം നടന്ന സംഭവം എന്ന് പറയുന്നത്, കോഴിക്കോട് വെച്ച് നടന്ന സംഭവം വളരെ വിഷമമുള്ള സംഭവം തന്നെ. അത് യാതൊരു സംശയമില്ല. എൻ്റെ വീടിന്റെ തൊട്ടടുത്ത വീട്, ഒരു 5 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ ഈ മരിച്ച ദീപകിന്റെ വീട്ടിൽ. അപ്പം ആ നടന്ന സംഭവത്തില് അപലപിച്ച് സ്റ്റോറി കിട്ട ഒരാളെ ഞാൻ, പക്ഷെ കണ്ടന്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അതെനിക്ക് തിരക്കും കാര്യം നടന്നിട്ടില്ല. അതുകൊണ്ടാണ് അത് 2-2.5 ലക്ഷത്തിന്റെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഫേസ്ബുക്കിൽ 8 ലക്ഷത്തിന് ആൾ കണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ 3 ലക്ഷത്തിനടുത്തും. അതുകൊണ്ട് അത് കണ്ടന്റ് ആയിട്ട് ഇറക്കാൻ എനിക്ക് സമയം കിട്ടായിരുന്നു. പക്ഷെ അവകാശമുണ്ട്, പ്രതികരിക്കാൻ വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ നിശബ്ദത പാലിക്കാതെ, എൻ്റെ ഈ പ്രൊഫഷൻ ആയതുകൊണ്ട് എനിക്കത് നിർവാഹമുള്ളൂ.